ഹലോ ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ ദിവസമായി ഒരു എന്താ പറയുക വീഡിയോ മീൻസ് രാവിലത്തെ വീഡിയോ ഡെയിലി വ്ളോഗ് എന്നുള്ള രീതിക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണമാണ് പിന്നെ ദിവസം വീഡിയോ അങ്ങനെ ഇടാത്തത്. അപ്പോൾ ഇന്നിപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ ഇപ്പോൾ ഷോപ്പിൽ ഇരിക്കേണ്ട സമയമാണ്. ഇന്ന് ഷോപ്പിൽ രാവിലെ പോയില്ല. ഇന്ന് വേറൊരു എമർജൻസി വന്നത് കാരണം രാവിലെ ഷോപ്പിൽ പോക്ക് നടന്നില്ല. അപ്പം ഞാൻ രാവിലെ മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വീണ്ടും വീട്ടിൽ വന്നു. അപ്പോൾ ഇനി കുറേ കഴിഞ്ഞിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ ഷോപ്പിലേക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ വെച്ചാൽ എന്തായാലും കുറേ ദിവസമായില്ലേ വീഡിയോ എടുക്കാമെന്ന് കരുതി, ജസ്റ്റ് ഒരു വീഡിയോ എങ്കിലും ചെയ്യാമെന്ന് കരുതി അങ്ങനെയാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പം മണി 9 ഇനിയിപ്പോൾ എന്തായാലും ഒരു 10-11 മണിയായിട്ട് ഇറങ്ങുള്ളൂ വീട്ടിൽ നിന്ന്. കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഒരാളൊന്നും സ്കൂളിലും പോയിട്ടില്ല. ഇടയ്ക്ക് വെച്ച് വലിയ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇന്ന് വീണ്ടും വയ്യാണ്ടായിട്ട് ഇന്ന് സ്കൂളിൽ പോയില്ല. പുള്ളിക്കാരി ഇന്നിവിടെ റെസ്റ്റിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ വീട്ടിൽ ഇരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരാളെന്ന് പറയുന്നത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാറുക്കുട്ടിയാണ്. പാറുക്കുട്ടിക്കാണ് ഏറ്റവും സന്തോഷം. കുറേ നേരം നമ്മളോട് ഇരിക്കാമല്ലോ എന്നുള്ളത്. അതിൻ്റെ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. തല കുത്തലൊക്കെ കിടക്കണം. പാറു പാറു തലയില്ലേ, കാല് മാത്രമേ ഉള്ളൂ. പാറു ബാ, എണീക്കാൻ പറ്റാണ്ട് കിടക്കണ. പാറുക്കുട്ടി ഇങ്ങ് വാ, പാറു ഇങ്ങ് വാ, ഓടി വാ, ബാ. എണീക്കാൻ പറ്റാതിരിക്കുവാണോ? ആ പൊങ്ങിയിരിക്കണ കൈയാണോ നിന്റെ കാലാണ് അടി? അങ്ങനെ പാറക്കുട്ടി കണ്ടില്ലേ? പാറക്കുട്ടി അപ്പം ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഇപ്പം എന്തായാലും മണി 9 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഇനി പതിയെ റെഡി ആവണം. എന്നിട്ട് ഇനിയിപ്പം ഒരു രോഗിയുള്ളത് കാരണം രോഗിയും കൂടെ കൊണ്ടുവേണം പോവാൻ ഇന്ന്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഷോപ്പിൽ പോയിട്ട് കുറച്ച് വൈകുന്നേരം കൊടുക്കാനുള്ള കുറച്ച് വർക്ക് ഫിനിഷ് ചെയ്തു. അപ്പോൾ അതൊന്ന് ബാക്കി ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അത് വൈകുന്നേരം കൊടുക്കുക. ഇന്ന് വലിയ തിരക്കില്ല. അപ്പം അങ്ങനെയാണ് പതിയെ ഇന്ന് രാവിലെ മടിച്ചത് വരുന്നതുകൊണ്ട് വേറൊരു ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മടിച്ചതാണ്. മീൻസ് പതിയെ ഇറങ്ങിയതാണ്. ബാക്കി അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പതിയെ റെഡി ആവണം പോകാനായിട്ട്. ഞാൻ ഓൾറെഡി റെഡി ആയിരിക്കുവാണ്. ഇനി അവളും കൂടി ഇറങ്ങിയാൽ മതി. നമ്മൾ കടയിലേക്ക് പോകും. കാണാം.